ഹലോ, ഗുരുവായൂരമ്പലനട സിനിമ കാണാൻ പോയി വന്നു. ഭയങ്കര സ്ട്രെസ് റിലീഫായിട്ട്, ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ എത്രത്തോളം എന്താ പറയുക, ഡേ ടു ഡേ നമ്മൾ ആ ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പെട്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കുന്നത് നല്ലതല്ലേ. പിന്നെ ഞാൻ തന്നെ ഓൾറെഡി ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. എന്നെ അറിയാവുന്നവർക്കറിയാം, ഓൾറെഡി ഭയങ്കര ചിരി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പേര് സ്മിത എന്നാണ്. അപ്പം സ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചിരി നല്ല അർത്ഥം. അതുകൊണ്ടായിരുന്നു അതേ മസിൽ പിടിച്ചൊക്കെ നടക്കല്. ഒട്ടും ചിരിക്കൊന്നും ഇല്ലാത്തവർ ഇടയ്ക്ക് അവരെ പോലെയുള്ളവരെയൊക്കെ ഇങ്ങനെ സിനിമയ്ക്ക് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലുമൊക്കെ ചിരിക്കുമായിരിക്കും കേട്ടോ. കോമഡി സീൻസൊക്കെ ഉണ്ട്. സോ ഭയങ്കര റിലാക്സേഷൻ. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഗുരുവായൂരമ്പലനടയിൽ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരും കമൻ്റ് ഒന്നും ചെയ്യാറില്ല വലിയ കാര്യമായിട്ട്, അപ്പോൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചേ ഇങ്ങനെ അത് നോക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. എന്നെ ഇവിടെ എൻ്റെ മീകുഞ്ഞുങ്ങൾ എന്നെ ശല്യം ചെയ്യുന്നു ഗൈസ്. അത് ഞാൻ ഫൈറ്ററിനെയും ഗപ്പിനെയും പ്ലാറ്റീനെയും അത് സെപ്പറേറ്റ് ബൗളിലാണ് പക്ഷെ എങ്കിലും അത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇതുങ്ങൾക്ക് ചില്ലിൻ്റെ ഇടയിൽ കൂടെ തമ്മി കാണാമല്ലോ. അതായത് ഫൈറ്റർ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഇടുന്നത്. അപ്പോൾ ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓട്ടവും ചാട്ടമൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന അതിനെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇവിടെയും കൊണ്ടുവച്ചു, രണ്ട് ദിശയിൽ. ഇനിയിപ്പോൾ അതുങ്ങൾ തമ്മിൽ വെറുതെ കണ്ടിട്ട് ഓരോരോ ഹാലുകളൊക്കെ ഉണ്ടല്ലോ, കാണിച്ചു തരാം. അയ്യോ, ഇതിനകത്ത് മീനുകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഒരു 8-10 ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഒരെണ്ണം പോലും ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുക. ഫൈറ്റർ ഇതാണ് റെഡ് കളറ്. ഫൈറ്ററാണ് ഞാൻ റിക്കി എന്നാട്ടോ വിളിക്കുന്നത്. ചുമ്മാ റെഡ് കളറാ. എനിക്ക് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചത്തുപോയി ഇപ്പം. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്താണ് ഇതിനെ ഇപ്പം ഈയിടെയായിട്ട്. പിന്നെ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണ് യുണീക്ക് ഇൻഫോർടൈൻമെൻറ്റ്. അത് ഒരു യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ ചാനൽ ഹോൾഡർ നെയിം ശ്രീലക്ഷ്മി ലച്ചു ആണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറിയിട്ട് നോക്കിയതാണ്. അപ്പോൾ ചാനൽ ജസ്റ്റ് അതൊരു എന്താണ് എങ്ങനെയാണെന്ന് സബ്സ്ക്രൈബേഴ്സിലെ നെയിം കണ്ടപ്പോൾ വളരെ വൃത്തിയായിട്ട് ഗ്രാമാറ്റിക് സെക്ഷൻസ് എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ഞാൻ ഐൽസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ക്യാച്ചപ്പ് ചെയ്തു. അതായത് ചിലവർ പെട്ടെന്ന് കണ്ട് സ്കിപ്പ് അടിക്കുമായിരിക്കും. മീൻസ് ആ ഒരു ഇപ്പം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോകുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കുറച്ചും കൂടി അതിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വേ. അപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല പേഴ്സണലി, പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രീലക്ഷ്മി ലച്ചു പ്ലീസ് കമൻറ്റ് ചെയ്യണേ. ആ ഒരു രീതിയിൽ ആ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സമയമില്ലായിരുന്നു, കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നോക്കി കണ്ടു. അത് വീഡിയോസ് അല്ല ഷോർട്സ്. പിന്നെ അപ്പം അതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്, ചോദിക്കാം. കമൻസ് കുറേ പേര് എനിക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് വന്ന കുറച്ച് പേരെ കണ്ടു. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ 2-3 എടുത്തു നോക്കി. എല്ലാവർക്കും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ചിലവർക്കൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നതെന്നൊക്കെ. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലല്ല, വ്യൂസിലാണ് കാര്യമുള്ളത്. പിന്നെ എനിക്കിപ്പം സബ്സ്ക്രിപ്ഷൻസ് കയറി, വ്യൂസ് കയറി, അങ്ങേ ഹൈ എത്തി, പിന്നെ പേയ്മെൻ്റൊക്കെ വന്നു. എനിക്കതിൽ എന്താ പറയുക, ഞാനത് ലക്ഷ്യം വെച്ചിട്ടല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് എൻ്റെ മൈൻഡിലില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ബ്ല പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ലക്ഷ്യം വെക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു ജോബിലാണ് നിൽക്കുന്നത്. എനിക്ക് ഈ ജോലിയിൽ നിന്നിട്ട് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ നെഗറ്റീവ് ചിന്തിക്കേണ്ട. കാരണം ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചങ്ങനെ പറയാറുണ്ട്,
ഇപ്പോൾ എന്താ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാവോ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എനിക്കതൊരു 1000 എത്തി കാണണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. കാരണം അതിൽ കുറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയാലോ നമ്മളൊരു ചാനലിൽ നിൽക്കുമ്പോൾ. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാനത് ഒരിക്കലും എന്താ പറയുക ആലോചിക്കാത്ത കാര്യം തന്നെയാണ് ഇതൊക്കെ. പക്ഷേ എങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മളെ പരിചയത്തിലുള്ളവരോട് പറയുമ്പോൾ അവർ തിരിച്ച് പറയുന്നതാണ്, പേയ്മെൻറ്റ് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ പേയ്മെൻറ്റൊക്കെ വന്നു തുടങ്ങിയോന്നൊക്കെ ഉള്ളത്. അല്ലയോ സഹോദരന്മാരെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ 2-3 വീഡിയോ ഇട്ടെന്ന് കരുതി പേയ്മെൻ്റ് ഒന്നും വരില്ല പിറ്റേ ദിവസം തൊട്ട്. നമുക്കതിന് ഒത്തിരി കടമ്പകളുണ്ട്, പ്രൊസീജിയേഴ്സും ഉണ്ട്. അത് ഒരു ഇപ്പം പല പല വിവാദങ്ങളിലൊക്കെ കൂടി ഈ വീഡിയോ ഒക്കെ ഫേമസായി വൈറലായി പോകുന്നവരെ സംബന്ധിച്ച് അതങ്ങനെ അല്ല. അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടി കുറച്ച് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു നോർമൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർമലി നമ്മൾ വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്ത് അതിന് കുറച്ച് വ്യൂസൊക്കെ കിട്ടി കയറി വരുന്ന സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ആരും ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. അപ്പം പിന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ അതോ ഇതൊന്നും അല്ല കാര്യം. ചുമ്മാ ഒരു ഇൻട്രാക്ഷൻ ടോക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, പിന്നെ കാണാം. ചേട്ടാ.